ഹലോ ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ. എണീറ്റ് വന്നപ്പോൾ ഇതാ അവിടെ രണ്ടാൾക്കാർ കിടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സുന്ദരി പൂച്ച. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് എൻ്റെ ചാനലിലുണ്ട്. മോളെ ഓടിപ്പിച്ചിട്ട് സുന്ദരി മോളെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. അപ്പോൾ സുന്ദരിക്ക് ഇപ്പോൾ ഉണ്ടായ കുട്ടിയാട്ടോ ഇത്. മുമ്പ് കുറേ പ്രസവിച്ചെങ്കിലും കുട്ടികളെ അധികം അങ്ങനെ കിട്ടിയിട്ടില്ല ജീവനോടെ. ഒരു വട്ടം കിട്ടിയിട്ടുണ്ട്. അത് സുന്ദരിയുടെ അത്ര തന്നെയുണ്ട്. ആളിവിടെ ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല കേട്ടോ. ഇതിപ്പോൾ പ്രസവിച്ചതിലുള്ള കുട്ടിയാണ്. ഇവിടെ വാ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചായക്ക് പൂരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പാൽ ചായ, അത് വിട്ടിട്ടൊരു കളിയില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ കോഴിക്കോട് 5 കോഴി ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ലേ നമുക്ക് സാങ്ഷനായിട്ട് കോഴീനെ, അങ്ങനെ കിട്ടിയതാ. പക്ഷെ ഒക്കെ പട്ടി പിടിച്ചു, വലുതായി മുട്ടയൊക്കെ ഇട്ടു. കുറേ മുട്ട കിട്ടിയിട്ടാ, നല്ലോണം വലുതായി, നല്ല ഉണ്ടാമണികളായിരുന്നു. അതുവരെ ആവാൻ കാത്തിരുന്നത് തോന്നണു നായ്ക്കൾ, വലുതാവട്ടെ വെച്ചിട്ട്. അതുവരെ പിടിച്ചില്ല. വലുതായി ഉണ്ടാപ്രി ആയപ്പോൾ ഒക്കെ പിടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഉമ്മച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മച്ചി കൂട് തുറന്നിട്ടാറില്ല. അന്ന് കൂട് തുറന്നത് എല്ലാവരും പുറത്തേക്ക് ചാടി. അപ്പോൾ പിന്നെ അടച്ചിടാതെ പോയി. വരുമ്പോഴേക്കും എല്ലാ കോഴികളെയും തിന്നു. അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതാ ഇവിടെ പുതിയ വീട് വന്നതാണിത്. വയലറ്റ് മുളക് കണ്ടോ, ഉമ്മച്ചിയുടെ വയലറ്റ് മുളക് കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, കണ്ടോ, ഇതൊക്കെ ആയിട്ടാ. കുറച്ച് പൊട്ടിച്ചാലോ. വയലറ്റ് മുളക് നല്ലോണം മൂത്തു. ഞാനിതിൻ്റെ ഒരു തൈ ഒരു വട്ടം കൊണ്ടുപോയിട്ടാ വീട്ടിൽ വയ്ക്കാൻ, പക്ഷേ ഉണ്ടായില്ല. ഇത് മതി, പേരിയിലിടാതൊക്കെ മതി. തുളസി എങ്ങടായി വളർന്ന് പോകണോ, മരമായില്ലോ. അങ്ങനെ പറമ്പിൽ കൂടെ നടക്കുമ്പോഴാണ് പ്രഷർ ചീര കണ്ടത് കേട്ടോ. കുറേ നാളായി പ്രഷർ ചീരയൊക്കെ കഴിച്ചിട്ട്. എനിക്ക് അവിടെ ഇതൊന്നും കിട്ടാനില്ല കേട്ടോ, വീടിൻ്റെ അവിടെ. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇലക്കറികൾ പരിപ്പിലിട്ട് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെച്ച് ഇന്നൊന്ന് പ്രഷർ ചീര വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇതിന് ശുക്രമാണിച്ചീര എന്നോ അങ്ങനെ ഇവിടെ അങ്ങനെ പറയൂ കേട്ടോ, അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ കൊണ്ടാണ് വീഡിയോ എടുക്കണത്, അതുകൊണ്ടാണ് കേട്ടോ ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ കാണിക്കണത്. അപ്പോൾ പരിപ്പിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒന്ന് മുളകും മുളക് പൊടിയും പിന്നെ ഉള്ളിയും ഇങ്ങനെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഐസ് വരുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഓടിയിട്ടോ ഐസ് വാങ്ങാൻ. അതിലുള്ളതാ? ആ, ഏതെങ്കിലും വാങ്ങും. ഏതാ വേണ്ട, ബട്ടർ സ്കോച്ചോ വാനില വേണ്ട? മിക്സ് ആണോ? ആ, രണ്ടും മിക്സ് ആക്കി. ഒരെണ്ണം ഒന്നുകൂടി എടുത്തോ, ചോക്കോബാർ.
അങ്ങനെ ഐസൊക്കെ കഴിച്ച് പിന്നെ കറിയൊക്കെ വെച്ച് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച തിരിഞ്ഞപ്പോൾ മാമാടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. വല്യമ്മാനെ കാണണം. അപ്പോൾ വല്യമ്മാനെ കാണാൻ വേണ്ടി മാമാടെ വീട്ടിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോഴാണ് ഒരാളിവിടെ കുട്ടീനെ എടുത്ത് ആൾ കിണറിൻ്റെ മുകളിൽ തൂണുമ്മ കയറി മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് ചാടാനാണ് കേട്ടോ. ഒരു വട്ടം അങ്ങനെ അവൾ ചെയ്തിട്ട് കുട്ടി കിണറ്റിലേക്ക് വീണ് ആകെ ബുദ്ധിമുട്ടി. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാം എടുക്കാനും. അപ്പം ഞങ്ങൾ വടി എടുത്തിട്ട് ചീത്ത പറഞ്ഞ് ഓടിക്കുകയായിരുന്നു. അപ്പോൾ ചെറുതങ്ങോട്ട് ഓടിയിട്ടാ. അപ്പോൾ എന്നാലും ഇവള് പോണില്ല. അപ്പം ഞങ്ങൾ വലയൊക്കെ വലിയ കല്ലൊക്കെ വെച്ച് കിണറിൻ്റെ വല മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. അടുത്താണ് കേട്ടോ മാമാടൊക്കെ വീട്, ഉമ്മച്ചിയുടെ ആങ്ങളമാരൊക്കെ വീട് അടുത്തടുത്താണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പോവാം കേട്ടോ. അപ്പോൾ രണ്ട് മാമാരുടെ വീട് അടുത്തടുത്താണ്. പക്ഷെ ഇപ്പോൾ ഒരു മാമ വീട് പൊളിച്ച് പണിയണ കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ വാടകയ്ക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങോട്ട് പോവാണ്. നമുക്കിവിടെ ഒരു തോടും വെള്ളമൊക്കെ കുറഞ്ഞു അല്ലേ. തോടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളവും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫിദു കണ്ട കുളം കണ്ടോ? കുളം തോട് ഇത് നല്ല ആഴുണ്ട്. അതെ. അപ്പോൾ വല്യമ്മയൊക്കെ മാമാടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വല്യമ്മാനെ കാണാൻ വേറെ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ മാമാടെ വീട്ടിൽ തന്നെ പോയി എല്ലാവരെയും കണ്ടു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറയുന്നത് രാത്രിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്